ഫണ്ടമെന്റൽസ് ആൻഡ് ബേസിക്സിലെ തേർഡ് ചാപ്റ്ററിലെ 7th ടോപ്പിക് ടൈപ്പോഗ്രഫി. ഗ്രാഫിക് ഡിസൈനിങ്ങിൽ കളറിന് ശേഷമോ കളറിനോട് ഒപ്പം നിൽക്കുകയോ ചെയ്യുന്ന ഒരു എലമെൻ്റാണ് ടൈപ്പോഗ്രഫി. ഒരു ടെക്സ്റ്റ് കാണാൻ എങ്ങനെയിരിക്കണം, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അത് കാണുന്ന ആൾക്ക് എന്ത് ഇമോഷൻ കൊടുക്കണം എന്നുള്ളതൊക്കെ ടൈപ്പോഗ്രഫിയെ ആശ്രയിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ടൈപ്പോഗ്രഫി എന്നുള്ളത് നമ്മൾ എഴുതുന്ന ലെറ്ററിൻ്റെ സ്റ്റൈലാണ്. ഇവിടെ കോഷൻ, ഡേഞ്ചർ എഹെഡ് എന്ന് പറയുന്ന രണ്ട് ഡിസൈൻ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കണ്ടന്റും ബാക്ക്ഗ്രൗണ്ടും സെയിം ആണ്. ആകെ വന്നേക്കുന്ന വ്യത്യാസം ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ടൈപ്പ് ഫേസ് ഡിഫറൻ്റ് ആണ് എന്നതാണ്. നമ്മൾ റോട്ടിൽ കൂടി പോകുമ്പോൾ ആദ്യത്തെ ഡിസൈനിന് പകരം രണ്ടാമത്തെ ഡിസൈനാണ് വച്ചേക്കുന്നതെങ്കിൽ നമ്മളിൽ എത്ര പേര് അത് ശ്രദ്ധിക്കും? മിക്കതും നമ്മൾ പാട്ടും പാടി മുന്നോട്ട് പോവുകയും അപകടത്തിൽ പെടുകയും ചെയ്യും. ടൈപ്പോഗ്രഫി മാറിപ്പോയാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷൻ്റെ മീനിങ് തന്നെ മാറിപ്പോകും. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ടോൺ മാറുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എങ്ങനെയാണോ കേൾക്കുന്ന ആൾ മനസ്സിലാക്കുന്നത്, അതേപോലെ തന്നെയാണ് ഡിസൈനിങ്ങിൽ ടൈപ്പോഗ്രഫി. ജിയോമെട്രിക്കും ഓർഗാനിക്കുമായിട്ടുള്ള പലതരം ഷേപ്പുകൾ ഉപയോഗിച്ചാണ് ഒരു ടൈപ്പ് ഫേസ് നിർമ്മിക്കുന്നത്. ഡിസൈനിങ് ഫീൽഡിൽ പലർക്കുമുള്ള ഒരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ പലരും വരുത്തുന്ന ഒരു തെറ്റാണ് ടൈപ്പ് ഫേസും ഫോണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആൽഫബറ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയെ എഴുതുന്ന സ്റ്റൈലിനെയാണ് ടൈപ്പ് ഫേസ് എന്ന് പറയുന്നത്. അതേസമയം ഫോണ്ട് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഫേസിലെ ഡിഫറൻറ്റ് വേരിയേഷനാണ്. അതായത് ഫോണ്ട് വെയ്റ്റിൽ അല്ലെങ്കിൽ ഫോണ്ടിൻ്റെ തിക്നെസ്സിൽ വരുന്ന വ്യത്യാസം. സെയിം ടൈപ്പ് ഫേസിൽ തിക്കും തിന്നും റെഗുലറും ബോൾഡും ഒക്കെ ആയിട്ടുള്ള ഫോണ്ടുകൾ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്ന ടൈപ്പ് ഫേസ് കാറ്റഗറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേതാണ് ഷെരീഫ് ഫോണ്ട്സ്. നമ്മൾ എഴുതുന്ന ലെറ്ററിൻ്റെ അറ്റത്ത് ഇതിൽ കാണുന്നത് പോലെ വെട്ടുവരുന്ന ഫോണ്ടാണ് ഷെരീഫ് ഫോണ്ടുകൾ. ആ വെട്ടിനെയാണ് ഷെരീഫ് എന്ന് പറയുന്നത്. ഷെരീഫ് ഫോണ്ടിൽ തന്നെ ഒന്നിലധികം സബ് ഡിവിഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് അതിൽ ആദ്യത്തെ കെ എന്ന് പറയുന്നത് സ്ലാബ് ഷെരീഫ് ഫോണ്ടാണ്. അതായത് അതിൻ്റെ അറ്റത്തെ വെട്ട് ഒരു തിക്ക് സ്ലാബ് പോലെയായിട്ടായിരിക്കും ഇരിക്കുക. അതേസമയം രണ്ടാമത്തെ കെ എന്ന് പറയുന്നത് ഓൾഡ് ഷെരീഫ് സ്റ്റൈലാണ്. ലെറ്റേഴ്സ് പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഈ ഷെരീഫ് അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ക്യാരക്ടേഴ്സിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ പ്രിന്റഡ് മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോണ്ടാണ് ഷെരീഫ് ഫോണ്ട്സ്. ഇതിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ടൈംസ് ന്യൂ റോമൻ. അതിന് ശേഷം വരുന്ന കാറ്റഗറിയാണ് സാൻസ് ഷെരീഫ്, അതായത് ഷെരീഫ് ഇല്ലാത്ത ഫോണ്ടുകൾ. രണ്ടാമത്തെ സെറ്റ് ഫോണ്ടുകളെ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും, ആദ്യത്തേതിൽ ഉള്ളതുപോലെ വെട്ടുകൾ രണ്ടാമത്തെ ഫോണ്ടുകളിൽ ഇല്ല. അതുകൊണ്ടാണ് ഫ്രഞ്ചിൽ വിത്തൗട്ട് എന്ന അർത്ഥം വരുന്ന സാൻസ് എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. ഷെരീഫ് ഫോണ്ടുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി മോഡേൺ ആണ് സാൻസ് ഷെരീഫ് ഫോണ്ടുകൾ. ഡിസ്പ്ലേയിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മൊബൈലിൻ്റെയും മറ്റും ചെറിയ സ്ക്രീനുകളിൽ ഉപയോഗിക്കുമ്പോൾ ഷെരീഫ് ഫോണ്ടുകളിൽ വരുന്ന ആ വെട്ട് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീല് ടെക്സ്റ്റിൽ കൊണ്ടുവരും എന്നുള്ളത് കൊണ്ടാണ് സാൻസ് ഷെരീഫുകൾ ഡിസ്പ്ലേയിൽ കൂടുതലും ഉപയോഗിക്കുന്നത്. സാൻസ് ഷെരീഫ് ഫോണ്ടുകൾക്ക് ഉദാഹരണമാണ് ഏരിയൽ, കോമിക് സാൻസ് തുടങ്ങിയവ. സാൻസ് ഷെരീഫ് ഫോണ്ടുകളിലും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ കെ എന്ന് പറയുന്നത് അറ്റം ഉരുണ്ടിരിക്കുന്നത്, അതായത് റൗണ്ടഡ് സാൻസ് ആണ്. അതേപോലെ രണ്ടാമത്തെ കെ നോർമൽ സാൻസ് ഷെരീഫ് ഫോണ്ടുമാണ്. നോർമൽ സാൻസ് ഷെരീഫ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫീലാണ് തരുന്നതെങ്കിൽ റൗണ്ട് സാൻസ് കൂടുതലായിട്ടും ഒരു ഫ്രണ്ട്ലി ഫീലാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ കിഡ്സിൻ്റെ പ്രൊഡക്റ്റുകളിലൊക്കെ ഇതിൻ്റെ യൂസേജ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം വരുന്ന കാറ്റഗറിയാണ് സ്ക്രിപ്റ്റ് ഫോണ്ടുകൾ. നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടോ ബ്രഷ് വെച്ചോ ഡെക്കറേറ്റീവ് ആയിട്ട് രീതിയിൽ എഴുതുന്ന ഫോണ്ടുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരിക. കൂടുതലായിട്ടും ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഫോണ്ടുകൾ ഉപയോഗിക്കുന്നത്. ഈ സെറ്റിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ കെ ഒരു കാലിഗ്രഫി ഫോണ്ടാണ്. അതേസമയം രണ്ടാമത്തെ കെ ഒരു ബ്ലാക്ക് ലെറ്റർ എന്ന് പറയുന്ന ടൈപ്പ് ഫോണ്ടാണ്. ഇതുകൂടാതെ ഹാൻഡ് റൈറ്റിംഗ് ഫോൺസും ഈ ഒരു കാറ്റഗറിയുടെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പഠിച്ച 3 എണ്ണമാണ് ലെറ്ററിൻ്റെ സ്റ്റൈൽ അനുസരിച്ച് വരുന്ന ഡിഫറെൻറ്റ് ഫോണ്ട് കാറ്റഗറീസ്. ഇതുകൂടാതെ ലെറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് വരുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറി കൂടിയുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഡിസ്പ്ലേ ഫോണ്ട്സ്. നമ്മളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഹെഡിങ് ആയിട്ട് വരേണ്ട വലിയ ഫോണ്ടുകളെയാണ് ഡിസ്പ്ലേ ഫോണ്ട് എന്ന് പറയുന്നത്. ഇത് വളരെ ബോൾഡും തിക്കും സ്റ്റാൻഡിങ് ഔട്ടും ഒക്കെ ആയിരിക്കും. ഡിസ്പ്ലേ ഫോണ്ട് നമുക്ക് ഒരിക്കലും ഒരു ലാർജ് ടെക്സ്റ്റ് ബോഡി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആയിട്ടോ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് കാണാനൊരു വൃത്തി ഉണ്ടാകില്ല. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ടൈപ്പ് ഫേസ് അല്ലെങ്കിൽ ഫോണ്ട്സിനെയാണ് മോണോസ്പേസ് ഫോണ്ട്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ക്യാരക്ടറിനും സെയിം വിഡ്ത്ത് തന്നെയായിരിക്കും. അല്ലാതെ സാധാരണ ഫോണ്ടുകളിൽ ഓരോ ക്യാരക്ടറിൻ്റെയും അല്ലെങ്കിൽ ഓരോ ലെറ്ററിൻ്റെയും വിഡ്ത്ത് ഡിഫറെൻ്റ് ആയിരിക്കും.
ഉദാഹരണത്തിന് ഐയുടെ വിട്ടായിരിക്കില്ല ഡബ്ല്യുവിന് വരിക. അതേസമയം മോണോസ്പേസ് ഫോണ്ടിൽ എല്ലാ ലെറ്ററിനും ഈക്വൽ ആയിട്ടുള്ള സ്പേസ് ആയിരിക്കും അലോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫോണ്ടിൻ്റെ മെയിൻ കാറ്റഗറീസ്. നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഏത് ഫോണ്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ നിന്ന് ഫോണ്ട് എടുക്കണം, എവിടെ നിന്ന് ഫോണ്ട് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള എക്സാമ്പിളിൽ കൂടുതലായിട്ട് നമ്മൾ കവർ ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ ഈ ഡിസൈൻ ടെംപ്ലേറ്റിൽ ഏതൊക്കെ ഫോണ്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. ഇതൊരു ഓൾഡ് ന്യൂസ് പേപ്പർ, അതായത് ഒരു പ്രിന്റ് മീഡിയ ആയതുകൊണ്ട് തന്നെ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് മോസ്റ്റ്ലി ഷെരീഫ് ഫോണ്ടുകളാണ്. നമ്മൾ ഈ പാരഗ്രാഫൊക്കെ നോക്കിയാൽ കാണാം എല്ലാം ഷെരീഫ് ഫോണ്ട് തന്നെയാണ്. സാൻസ് ഷെരീഫ് ഫോണ്ടുകൾ ഇതിലാകെ വന്നിട്ടുള്ളത് ഹെഡിങ്സിന് മാത്രമാണ്, അതായത് ഡിസ്പ്ലേ ഫോണ്ടുകളായിട്ട് യൂസ് ചെയ്തേക്കുന്നതിന് മാത്രമാണ് ഇവിടെ സാൻസ് ഷെരീഫ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേസമയം സ്ക്രിപ്റ്റ് ഫോണ്ടുകളുടെ യൂസേജ് നമ്മൾക്കിതിൽ കാണാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഡിസൈനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോണ്ട് ഫേസ് യൂസ് ചെയ്യുന്നതിലൂടെ അവിടെ ഒരു കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ആവുകയും ഇതിലൂടെ ഹൈറാർക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഗ്രാഫിക് ഡിസൈനിലെ 7 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷ്വൽ എലമെൻറ്റ്സ്.